തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ഭാര്യയുമായിട്ട് അവിഹിതം ഉണ്ടെന്ന് മനസ്സിലാക്കിയ കൂട്ടുകാരനാണെങ്കിൽ അവനെ കൊണ്ടുപോയി ഒരു മൈനിൻ്റെ മുകളിലായിട്ട് നിർത്തും. പിന്നീട് ഈ അവസരം മുതലെടുത്ത് ആ പെണ്ണിനെ ലക്ഷ്യം ഒരു വേട്ടക്കാരനും അങ്ങോട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ലാൻഡ് മൈൻ ഗോസ് ക്ലിക്ക് എന്ന് പറഞ്ഞ 2015 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സിനിമ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ ക്രിസ്, ഡാനിയൽ, അലീഷ എന്ന് പറഞ്ഞ ഈ 3 ഫ്രണ്ട്സിനെയാണ്. ഇതിൽ അലീഷയാണെങ്കിൽ ഡാനിയലിൻ്റെ ഗേൾ ഫ്രണ്ട് കൂടിയായിരുന്നു. ഇവർ 3 പേരും കൂടെ ജോർജിയയിലേക്ക് ഒരു ട്രിപ്പിന് പോയതായിരുന്നു. ഇവർ 3 ഒരു ഉറ്റ സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഡാനിയൽ അറിയാതെ തന്നെ ക്രിസും അലീഷയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതായിരുന്നു. ക്രിസ് ആണെങ്കിൽ അതിനെപ്പറ്റി ഡാനിയലിനോട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അലീഷയാണെങ്കിൽ അതിനെ സമ്മതിക്കുന്നില്ലായിരുന്നു. ഒരു രാത്രി ക്യാമ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം ക്രിസ് കഴിഞ്ഞേക്കുമ്പോൾ അവൻ കാണുന്നത് വെച്ചാൽ അവിടെ ഒരാൾ വേറെ സാധനങ്ങളെല്ലാം എടുക്കുന്നതാണ്. ഇവനെ ഓടിച്ചെന്ന് അവനെ പിടിക്കുമ്പോഴാണ് പിടികിട്ടുന്നത്. അവൻ്റെ പേര് ഡേവി എന്നാണെന്നും അതുപോലെ തന്നെ അവനെയാണെങ്കിൽ ഡാനിയലും ഐശ്വര്യം കൂടെ അവരുടെ ട്രിപ്പിൻ്റെ ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നെന്നും. അങ്ങനെ ഡെബി ആണെങ്കിൽ പതിയെ 3 പേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തവരായിട്ട് കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്ത് എല്ലാവരോടും നീങ്ങി നിൽക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരമാണ് അവൻ നോക്കുമ്പോഴത്തേക്കും ക്രിസ് ആണെങ്കിൽ ഒരു ലാൻഡ് മൈനിൽ ചവിട്ടി നിൽക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ അവനാണെങ്കിൽ അത് വിളിച്ച് പറയും. ഡാനിയൽ ഇത് കണ്ട് നോക്കുമ്പോഴത്തേനും കറക്റ്റ് ആയിരുന്നു, ക്രിസ് ആണെങ്കിൽ ഒരു ലാൻഡ് മൈനിൽ ചവിട്ടി നിൽക്കുമായിരുന്നു. അവൻ ക്രിസിനെ മാക്സിമം പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ തന്നെ അനങ്ങാൻ നിൽക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ സമയത്ത് ഡെബി പറയും അവനാണെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിന് കിട്ടുമോ നോക്കിയിട്ട് വരാം, ഏകദേശം 4 മണിക്കൂർ എടുക്കുമെന്ന് പറയും ആദ്യത്തെ സിറ്റിയിൽ തന്നെ എത്തണമെങ്കിൽ. ഡെബി പോയി പുറകെ ഡാനിയലാണെങ്കിൽ അലീഷയോട് തൽക്കാലം അവിടുത്തെ ഒരു പാറയുടെ പുറകിൽ പോയി നിൽക്കാൻ പറയും. അങ്ങനെ ഡാനിയലാണെങ്കിൽ ക്രിസിനെ സമാധാനിപ്പിച്ചിട്ട് അവനോട് പറയും അവൻ്റെ ഉറ്റ ചങ്ങാതിയായതുകൊണ്ട് അവൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ക്രിസിനെ രക്ഷിക്കുന്നു. പതിയെ ഡാനിയലാണെങ്കിൽ അലീഷയുടെ അടുത്തോട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് ഇവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഉടനെ അലീഷ് പറയും ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാൻ വേണ്ടി തൽക്കാലം ആ മലയുടെ മണ്ടയിലോട്ട് സിഗ്നൽ കൂടുതൽ കിട്ടാൻ വേണ്ടി പോകാമെന്ന്. ഇവർ മലയുടെ മണ്ടയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എമർജൻസി സർവീസിലോട്ട് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെയൊരു ഒരു ബോംബ് സ്ക്വാഡിനെ ആരെങ്കിലുമൊക്കെ വരണമെന്ന് പറയും. കോള് കട്ടായ ശേഷം അലീഷയാണെങ്കിൽ അവരെന്താ പറഞ്ഞു ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവനാണെങ്കിൽ എടുത്ത വായിക്ക് പറയുന്നത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വേശിനെ സഹായിക്കാൻ വേണ്ടി വരാൻ പറ്റത്തില്ലെന്നാണ്. അങ്ങനെ ഡാനിയലിൻ്റെ മോഹഭാവത്തിൽ നിന്ന് അലീഷയ്ക്ക് പിടികിട്ടും അവനാണെങ്കിൽ എല്ലാം മനസ്സിലായെന്നുള്ളത്. പിന്നീട് ക്രിസിൻ്റെ അടുത്തോട്ട് തന്നെ ഡാനിയൽ പറയും അവനും ഡെവിയും കൂടി ഇതെല്ലാം പ്ലാൻ ചെയ്ത് 2 പേർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന തൂമ്പ് എടുത്ത് അലീഷയ്ക്ക് കൊടുത്തിട്ട് അവൻ പറയും ക്രിസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വലിയൊരു കുഴി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അതിലേക്ക് ചാടി വേണം രക്ഷപ്പെടാൻ. ചിലപ്പോൾ അവൻ ചാടുന്ന സമയത്ത് പൊടിത്തെറിക്കുകയാണ് അവൻ്റെ ഡെഡ് ബോഡി അതിൻ്റെ അതിനെ കുഴിച്ചിടാൻ പറ്റുമെന്ന്. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ക്രിസിന് തോന്നും ശരിക്കും ഇത് ആക്റ്റീവായിട്ടുള്ള ബോംബ് തന്നെയാണോ. ക്രിസ് ഉടനെ തന്നെ ഡാനിയലിനോട് ഇതൊക്കെ പ്രാങ്കില്ല ശരിക്കും ആ ബോംബ് അതിന് ആക്റ്റീവ് ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഡാനിയലാണെങ്കിൽ ആ ബോംബിനെ ലോക്കുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിൻ വലിച്ചിട്ട് പറയും ഇത്ര നേരം ആക്റ്റീവ് അല്ലായിരുന്നു, പക്ഷേ ഇനി തൊട്ട് അത് ആക്റ്റീവായി. അത് കഴിഞ്ഞ് ആ ചെയിൻ എടുത്ത് കാട്ടിലേക്ക് വലിച്ചതിന് ശേഷം ഡാനിയലാണെങ്കിൽ അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങും. പോകുന്നതിന് തൊട്ടുമ്പോൾ ഡാനിയലാണെങ്കിൽ അലീഷയോട് ഒരു കാര്യം കൂടെ പറയും ശരിക്കും ഇവർ നിൽക്കുന്ന ഫോറസ്റ്റിലാണെങ്കിൽ ഒട്ടും റേഞ്ച് പോലും കിട്ടത്തില്ല. മുമ്പേ ഇവൻ റേഞ്ച് കിട്ടിയെന്ന് പറഞ്ഞത് വെച്ച് ഇവൻ തന്നെ ബെല്ലടിപ്പിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അലീഷയാണെങ്കിൽ പുറകെ ചെന്ന് ബാച്ചും ഡാനിയലിനെ തടയാൻ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അവനാണെങ്കിൽ വീണ്ടും ഇവളൊരു വേശ്യാന്ന് പറഞ്ഞ ശേഷം ഡെബിയുടെ അടുത്തേക്ക് പോയിട്ട് അവർ രണ്ടും കൂടെ അവിടെ നിന്ന് പോകും. അലീഷയും ക്രിസും കുറേ നേരം നിസ്സാരമായിട്ട് അവിടെ തന്നെ. അത് കഴിഞ്ഞ് അവളാണെങ്കിൽ ഡാനിയൽ ആ വലിച്ചെറിഞ്ഞ ചെയിൻ തേടി പിടിച്ച് തിരിച്ചു കൊണ്ടുവരും. പിന്നീട് പതിയെ ലോക്ക് ഒരു മൈൻഡിലേക്ക് തിരിച്ചു കയറ്റി അത് ഡീആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ആ ലോക്ക് കയറ്റിയെങ്കിൽ പോലും അവർക്കാണെങ്കിൽ ആ മൈൻ പൊട്ടുപോയില്ലോ എന്നുള്ളതിലൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ അലീഷ തീരുമാനിക്കും ഡാനിയൽ പറഞ്ഞ പോലെ തന്നെ പതിയെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കുഴി ഒഴിച്ചിട്ട് എങ്ങനെയാലും ഇവനെ അങ്ങോട്ട് ചാടിക്കാമെന്ന്. ഇച്ചിരി കഴിയുമ്പോഴാണ് അതുവഴി ആ നാട്ടുകാരനായിട്ടോ ലിലിയ എന്ന് പറഞ്ഞൊരുത്തം വരുന്നത്. ദൂരെ നിന്ന് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അവനോർക്കും ഇവരാരോ തല്ലിക്കൊന്ന് കുഴിച്ചിടുകയെന്ന്. ഉടനെ ഇവനാണെങ്കിൽ ആദ്യം തന്നെ അവനെ നായനെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. നായനെ ദൂരെ നിന്ന് കാണുന്ന അലീഷയാണെങ്കിൽ മാക്സിമം നായ ക്രിസിൻ്റെ അടുത്ത് വരായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നാണ് ഇലിയാണെങ്കിൽ തോക്കും എടുത്തുകൊണ്ട് വന്ന് അവരെ ഭീഷണിപ്പെടുത്തുന്നത് ആരെയാ കൊന്ന് കുഴിച്ചിടുന്നതെന്ന് ചോദിച്ച്. ഉടനെ ഇവർ പറയും അടുത്തോട്ട് വരല്ലേ അവനാണെങ്കിൽ ഒരു മൈന് ചവിടി നിൽക്കുവാന്ന്. അങ്ങനെ ഇലിക്ക് കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലാകുന്ന അലീഷയാണെങ്കിൽ അവനോട് എങ്ങനെയും ഇവരെ സഹായിക്കാൻ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേക്കിനുമാണ് ഇലിയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് കണ്ടീഷൻ വെക്കുന്നത് ഇവരെ സഹായിക്കണമെങ്കിൽ ആദ്യം അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറയും. അങ്ങനെ ഇലി ആദ്യം അവരോട് ചോദിക്കുന്നത് ഇവർ ഹസ്ബൻഡ് വൈഫും ആണെന്നായിരുന്നു. ഉടനെ ഇവർ പറയും അല്ല ഇവർ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയും. പിന്നീട് ഇവൻ പറയും ഇവനാണെങ്കിൽ അങ്ങനെ മൈനുകളൊന്നും കാണുന്നതല്ല, ഇവരെങ്ങനെ കറക്റ്റ് ഇവിടെ വന്നൊരു മൈന് ചവിട്ടിയാൻ ചോദിക്കും. അതുപോലെ തന്നെ ട്രിപ്പിന് വന്നവരിൽ എങ്ങനെ ഒരു തൂമ്പയും കൂടെ വന്നാൽ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവരാണെങ്കിൽ ശരിക്കും കുഴഞ്ഞു പോകും. ആദ്യം കുറെ കൊള്ളം പറഞ്ഞ തടി തപ്പാൻ നോക്കിയെങ്കിലും പകുതിയായപ്പോഴത്തേക്കിനും അവൻ്റെ ചോദ്യത്തിന് മുമ്പ് ഇവർക്ക് പിടിച്ചിരിക്കാനാകാതെ ഇവളാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പറയുകയും ചെയ്യും. കഥകൾ കേട്ട് ഇലിയാണെങ്കിൽ നേരെ തന്നെ അലീഷനെ കയറി വേശിയെന്ന് വിളിക്കും. ഇത് കേൾക്കുന്ന ക്രിസിൻ്റെ ദേഷ്യം വന്നിട്ട് അവൻ പറയും പെണ്ണുങ്ങളോട് മാന്യമായിട്ട് സംസാരിക്കാനൊക്കെ. അന്നേരമാണ് ഇലിയ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവൻ പോയി ഇവർ തന്നെ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോളാം. ഇലിയ അല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് കണ്ട അലീഷൻ ക്രിസും ആണെങ്കിൽ അവനോട് പറയും തൽക്കാലം ആ ബാഗിൻ്റെ അകത്തിരിക്കുന്ന എന്നെ വേണേലും എടുത്തോ, അങ്ങനെ ഇവരെ ഒന്ന് സഹായിക്കാൻ പറയും. ഇലിയ നേരെ പോയി ബാഗിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മൈനായിട്ട് അലീഷയുടെ ഡ്രസ്സുകളായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് അലീഷയുടെ ഒരു ഇന്നർവെയർ കിട്ടും. ഉടനെ ഇവൻ തിരിച്ചങ്ങോട്ട് കണ്ടീഷൻ വെക്കും ഇപ്പം തന്നെ അലീഷ അവൾ ഇട്ടേക്ക് ഇന്നർവെയർ ഊരി കാണിക്കാൻ പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും അലീഷയാണെങ്കിൽ ആദ്യം സമ്മതിക്കാതിരിക്കും. അന്നേരമാണ് ക്രിസ് ആണെങ്കിൽ ഇലിയനെ വിളിച്ചിട്ട് $360 അതുപോലെ തന്നെ അവൻ്റെ ക്രെഡിറ്റ് കാർഡും എല്ലാം തരാമെന്ന് പറയുന്നത്. പക്ഷേ അവനാണെങ്കിൽ അലീഷയുടെ അണ്ടർവെയർ കണ്ടിട്ടേ ഉള്ളെന്നുള്ള ഒറ്റ വാശി നിൽക്കുമായിരുന്നു. അങ്ങനെ മറ്റു വഴിയൊന്നും ഇല്ലെന്ന് കണ്ട അലീഷയാണെങ്കിൽ പതിയെ അവളുടെ ഇന്നർവെയർ ഊരി കൊടുക്കാൻ വേണ്ടി ടെൻറ്റിൻ്റെ അകത്തോട്ട് പോകും.
അന്നേരമാണ് ഇലിയ പറയുന്നത് ടെൻറ്റിൻ്റെ അകത്ത് വെച്ചല്ല, തൽക്കാലം ഇവൻ്റെ മുമ്പ് വെച്ച് തന്നെ ഊരി കൊടുക്കണമെന്ന്. ഇത് കേട്ടോണ്ട് ഇങ്ങനെ ക്രിസ് ആണെങ്കിൽ മാക്സിമം ഇലിയനെ വഴിതിരിപ്പിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇലിയൻ കൂടെ പോയി കഴിഞ്ഞാൽ ഇവർ ശരിക്കും കൊടുക്കുന്നത് മനസ്സിലാക്കി അലീഷ ആണെങ്കിൽ തൽക്കാലം അവൻ്റെ മുമ്പ് വെച്ച് തന്നെ അവളുടെ ഇന്നർവെയർ ഊരി അവന് കൊടുക്കും. അങ്ങനെ അവൻ പറഞ്ഞത് അവർ രണ്ടുപേരും കേട്ടോണ്ട് ഇവനും വാക്ക് പാലിച്ച് പതി അവിടെ ഒരു കുഴിച്ച് കുത്തി ക്രിസിനെ രക്ഷിക്കാൻ വേണ്ടി തുടങ്ങും. പെട്ടെന്നാണ് ഇലിയുടെ ബാഗിൻ്റെ അകത്തോണ്ട് അവൻ്റെ റേഡിയോയുടെ ശബ്ദമാണെങ്കിൽ അലീഷ കേൾക്കുന്നത്. ഉടനെ തന്നെ അലീഷ ആണെങ്കിൽ അവനോട് ആ റേഡിയോ ചോദിക്കും ആരെങ്കിലും ഹെൽപ്പിന് വേണ്ടി വിളിക്കാൻ വേണ്ടി. ഒരു സഹായം ചോദിക്കുന്നത് കേൾക്കാൻ കാത്തു നിന്ന് ഇലിയാണെങ്കിൽ അവരോട് ചോദിക്കും അവരെ സഹായിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്നാ ഗുണം, ഇവൻ എന്ത് ചെയ്തു കൊടുക്കുമെന്ന്. ഇത് കേൾക്കുന്ന അലീഷയുടെ ക്ഷമയെല്ലാം നശിച്ച് ഫ്രസ്ട്രേഷൻ ആയിട്ടിരിക്കും. പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി ഇത്ര അടുത്ത് കയ്യിലൊരു അവസരം കിട്ടിയിട്ട് നഷ്ടപ്പെടുത്താൻ അവൾക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് അവളാണെങ്കിൽ അവനോട് എന്നാ വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും. അതിനാണ് ഇവൻ പറയുന്നത് ഇവൻ തൊട്ടുമുമ്പേ അങ്ങോട്ട് എടുത്തെറിഞ്ഞ് അവളുടെ ഇന്നർവെയർ ആണെങ്കിൽ ഇവൾ പട്ടിയെ പോലെ കടിച്ചെടുത്തുകൊണ്ട് വരാൻ പറയും. മറ്റൊരു വഴിയില്ലാതെ റേഡിയോ എങ്ങനെയും കിട്ടണമെന്നുള്ള ഒറ്റ മൈൻഡിൽ നിൽക്കുന്നതുകൊണ്ട് അവളാണെങ്കിൽ അവൻ പറഞ്ഞ പോലെ തന്നെ പട്ടിയെ പോലെ അത് എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഇലിയൻ വാക്ക് വലിച്ച് അവൾക്ക് ആ റേഡിയോ കൊടുക്കും. പക്ഷേ ഇവൾ അവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ്. കാരണം ആ റേഡിയോയിലുള്ളവൻ ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു, ജോർജിയൻ ഭാഷ മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീണ്ടും വലിയ ഇലിയുടെ അടുത്ത് ഹെൽപ്പിന് എത്തിപ്പെടും. എങ്ങനെയും ആ ജോർജിയൻ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ ചോദിക്കും. ഇലിയാണെങ്കിൽ ഇത്രയും നേരം കളിച്ച കളിയാണെങ്കിൽ വീണ്ടും കളിക്കും. ഇവളെ സഹായിച്ചു കഴിഞ്ഞാൽ പകരം അവൾ തിരിച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഇവളാണെങ്കിൽ എന്നാ വേണേലും ചെയ്യാമെന്ന് പറയുമ്പോഴാണ് അവൻ ഇവളോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവൾ ഡ്രസ്സ് ഓരോന്നോരോന്നായിട്ട് ഊരാൻ പറയുന്നത്. പക്ഷേ ഇത് മാത്രം അവൾക്ക് അംഗീകരിച്ച് കൊടുക്കാൻ വയ്യായിരുന്നു. ഇവളുടനെ ഇവനോട് പറയും അങ്ങനെയാണ് ഇവൻ പൊക്കോ, ഇവരാരുടെ സഹായമില്ലാതെ എങ്ങനെയായാലും രക്ഷപ്പെട്ടോളാന്ന്. അന്നേരമാണ് ഇലി പറയുന്നത് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്, ഇപ്പോൾ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് ഉടനെ തന്നെ അവൻ എങ്ങനെയല്ലേ ഇവിടെ എത്തിച്ചേരും. അവനിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇലിയ പറയുന്നത് മാത്രമേ സത്യമായിട്ട് വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ട് അവൻ ഇവിടെ വരാതിരിക്കുന്നതിന് മുന്നേ തന്നെ ഇവൻ സേഫാന്ന് അവനെ വിളിച്ച് പറയാൻ പറയും. അന്നേരം അലീഷ ചോദിക്കും ഇവൾക്ക് ഭാഷ അറിയാതെ എങ്ങനെ പറയുമെന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ പറയും അങ്ങനെയാണ് ഒരു ഗെയിം കളിക്കാം. ഇവർ ഇംഗ്ലീഷ് പറയുന്ന അതേ കാര്യം തന്നെ ഇവൻ ജോർജിയൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ ഓരോ ട്രാൻസ്ലേഷൻ ഇവൻ ചെയ്യുമ്പോഴും ഇവൻ പറയുന്ന കാര്യങ്ങളല്ലേ ഇവൾ ചെയ്യേണ്ടി വരുമെന്ന് പറയും. അതുപോലെ തന്നെ ഇവൻ്റെ കൂട്ടുകാരനാണെങ്കിൽ തിരിച്ച് ചോദ്യമൊന്നും ചോദിച്ചില്ലെങ്കിൽ ഇവനോട് തന്നെ തിരിച്ച് പോയേക്കാന്നും കൂടെ പറയുമ്പോഴത്തേക്കും അലീഷ ആണെങ്കിൽ അതിന് സമ്മതിക്കും. അങ്ങനെ ആദ്യം തന്നെ അലീഷ ആണെങ്കിൽ ഇലിയ സേഫാന്നുള്ള കാര്യം പറയാൻ പറയും. അതാണെങ്കിൽ അവൻ ജോർജിയൻ ഭാഷയിലേക്ക് അവനോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുകയും ചെയ്യും. ഉടനെ തന്നെ ആദ്യത്തെ കണ്ടീഷനായിട്ട് അവൻ പറയുന്നത് ഇവളോട് ഡ്രസ്സെല്ലാം അഴിക്കാനായിരുന്നു. ഇവളാണെങ്കിൽ ഇവളുടെ ഷർട്ടും എല്ലാം അഴിച്ച് നിൽക്കും. ഇതേ സമയം തന്നെ ആ റേഡിയോയിലെ ശബ്ദമാണ് നിന്നിട്ട് പിന്നീട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കും. അങ്ങനെ ഇലിയാണെങ്കിൽ അവൻ വാക്ക് പറഞ്ഞ പോലെ തന്നെ അവനാണെങ്കിൽ അവൻ്റെ വഴിക്ക് അങ്ങ് പോകും. ഇവർ രണ്ടുപേരും ആണെങ്കിൽ അവൻ പോയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ റേഡിയോയിൽ നിന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുന്നത്. ഇവനാണെങ്കിൽ പോയ സ്പീഡ് തിരിച്ച് വന്നിട്ട് പറയും ഇലീഷയോട് ഇതിൻ്റെ ഉത്തരം പറയാൻ പറയും. ഇലീഷ ആണെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറയും. ഇവനാണെങ്കിൽ അത് ജോർജിയൻ ഭാഷയിലേക്ക് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതോടുകൂടി ആ റേഡിയോയിലെ ശബ്ദം പിന്നീട് വരത്തില്ല. പക്ഷേ ഇലീഷ ആണെങ്കിൽ അവൻ കണ്ടീഷൻ വെച്ചനുസരിച്ച് രണ്ടാമതായിട്ട് ഇവൻ പറയുന്നത് ചെയ്യേണ്ടി വരുമായിരുന്നു. പിന്നീട് ഇലിയ പറയുന്നതെന്ന് വെച്ചാൽ അവളോട് ഫുൾ ഡ്രസ്സ് അയക്കണമെന്നായിരുന്നു. പക്ഷേ അതിനവൾ തയ്യാറാകാതെ നിൽക്കുമ്പോഴാണ് ഇവൻ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അയപ്പിക്കാൻ നോക്കുന്നത്. പെട്ടെന്ന് ക്രിസ് ആണെങ്കിൽ അവൻ്റെ ശ്രദ്ധ തിരിച്ച് അവനോട് ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങും. ഇവൻ ക്രിസിന് നേരെ തോക്ക് ചൂണ്ടുന്ന സമയം കൊണ്ട് ഇലീഷ ആണെങ്കിൽ കാട്ടിലേക്ക് ഓടിപ്പോകും. ഇത് കാണുന്ന ഇലിയാണെങ്കിൽ അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ പുറകെ ആദ്യം പട്ടിയെ വിട്ട ശേഷം തോക്കും താഴ്ത്തിട്ട് അവനും പുറകെ ഓടും. ഈ സമയം നോക്കി ക്രിസ് ആണെങ്കിൽ അവിടെ കിടന്ന ചെമ്മങ്ങല ഉപയോഗിച്ച് ആ തോക്ക് കൈകലാക്കും. പിന്നീട് അവൻ ഇലിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇലിയാണെങ്കിൽ അലിസാനെ ഒരു ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചുകൊണ്ട് വരുന്നത്. പിന്നീട് ഇലിയ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രിസിൻ്റെ മുമ്പ് വെച്ച് തന്നെ അവളെ വലിച്ചഴിച്ചുകൊണ്ട് പോയ ശേഷം പോയി ചെയ്ത് ബന്ധപ്പെടുന്നതായിരുന്നു. ക്രിസിന് ഇതൊക്കെ കണ്ട് നിസ്സഹായനായിട്ട് കരച്ചോടെ നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇച്ചിരി കഴിയുമ്പോഴാണ് ഇലീസ് ആണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് ഇലിയനെ തട്ടി മാറ്റുന്നത്. ഇതൊക്കെ നോക്കി ക്രിസ് ആണെങ്കിൽ ഇലിക്കിട്ട് കയറി വെടിവെക്കാൻ നോക്കുമ്പോഴാണ് തൻ്റെ യജമാനോട് നന്ദിയുള്ള നായാണെങ്കിൽ ഓടി വന്ന് ക്രിസിനെ തട്ടി താഴെ ഇടുന്നത്. അങ്ങനെ ഇലിയയ്ക്ക് നേരെ ഉന്നം വെച്ച് അവൻ്റെ വെടികൊള്ളുന്ന അലീഷിക്കിട്ടായിരുന്നു. പിന്നീട് പാതി ബോധത്തിലാണ് അവൻ ഇലിയ പറയുന്നതെല്ലാം കേൾക്കുന്നത്. ആ ബോംബ് ശരിക്കും ഫേക്കായിരുന്നും അതുപോലെ തന്നെ യഥാർത്ഥ മൈനായിരുന്നെങ്കിൽ ഇവരെ ചെറിയ മൂവരിൽ തന്നെ പൊട്ടിത്തെറിച്ചേനെന്നും. പിന്നീട് ഇലിയെല്ലാം പോയി കഴിഞ്ഞാൽ ബോധം വന്ന് ഇവനാണെങ്കിൽ അലീഷ തൊട്ടടുത്ത് മരിച്ചു കിടക്കുന്നത് കാണും. തൻ്റെ കാമുകി മരിച്ചറിഞ്ഞ് ഇവനാണെങ്കിൽ കുറേ നേരം പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ക്രിസ് ആണെങ്കിൽ ഇലിയയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അവിടെ ചെന്ന് അവരുടെ ഭാര്യയും മക്കളെയും പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവരാണെങ്കിൽ അവനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കും. ഇച്ചിരി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഇലിയാണെങ്കിൽ ക്രിസിനെ അവരോട് കാണുമ്പോൾ തന്നെ ദേഷ്യപ്പെട്ട് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അവൻ പോയ പുറകെ തന്നെ അവനെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടി ഇവൻ പട്ടീനെ പറഞ്ഞു വിടും. ഇച്ചിരി കഴിഞ്ഞ് പട്ടിയുടെ കാർച്ച കേട്ട് അവൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കുറേ രക്തം കിടക്കുന്ന കാണും. ഇതേ സമയം ക്രിസ് ആണെങ്കിൽ പട്ടിയുടെ ശവമായിട്ട് ആ വീട്ടിലേക്ക് കയറി വരുമായിരുന്നു. എന്നിട്ട് പറയും അവിടെ വെച്ചൊരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായതാണെന്ന്. തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും പട്ടി കത്ത് കിടക്കുന്ന കാണുന്ന ഇലിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോയി തോക്കെടുക്കാൻ വേണ്ടി നോക്കും. അവൻ തോക്കെടുത്ത് വെളിയിലേക്ക് വരുമ്പോഴാണ് ക്രിസ് ആണെങ്കിൽ അവൻ്റെ കാലിലോട്ട് വെടിവെക്കുന്നത്. ശബ്ദം കേട്ട് വരുന്ന ഭാര്യനെയും മകളെയാണെങ്കിൽ ഇപ്പം ഭീഷണിപ്പെടുത്തിയ ശേഷം അവൻ്റെ അടുത്ത് അകത്തോട്ട് ഇരുത്താൻ വേണ്ടി പറയും. പിന്നീട് അകത്ത് ചെന്ന ശേഷം ഇവനാണെങ്കിൽ അവൻ്റെ മകളെ ഭീഷണിപ്പെടുത്തി അവളെ ഉപയോഗിച്ച് അച്ഛനെയും അമ്മേനെയും കെട്ടിയിടിപ്പിക്കും. പിന്നീട് അവൻ അന്ന് ഇലി ഇവരോട് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ തിരിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആദ്യം തന്നെ അവൻ്റെ മകളെ മുന്നിലോട്ട് നിർത്തി അവളെ കൊണ്ട് ഇന്നർവെയർ ഊരിപ്പിച്ച ശേഷം ദൂരോട്ട് വലിച്ചെറിഞ്ഞിട്ട് പട്ടിയെ പോലെ പോയി എടുത്തുകൊണ്ട് വരാൻ പറയും. അവളങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ആ ഇന്നർവെയർ എടുത്ത് അവൻ്റെ വായിലേക്ക് തിരികെ കയറ്റി വെക്കുകയും കൂടെ ചെയ്യും. പിന്നീട് അവനോട് പറയും തൽക്കാലം അവൻ്റെ മകളെ വെച്ച് ഒരു ഗെയിം കളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് പതിയെ അവൻ്റെ റിവോൾവറിനകത്ത് ബാക്കി ബുള്ളറ്റെല്ലാം ഊരിച്ച ശേഷം ഒറ്റ ബുള്ളറ്റ് മാത്രം വെക്കും. എന്നിട്ട് അവൻ പറയും അവൻ ഓരോ കറക്കിട്ട് അവിടെ നിൽക്കുന്ന സിലിണ്ടറിലോട്ട് ഷൂട്ട് ചെയ്യും. ഓരോ ഷൂട്ടിൽ ഇവളാണെങ്കിൽ ഡ്രസ്സ് അഴിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയും.
അങ്ങനെ അവൻ ആദ്യത്തെ പ്രാവശ്യം ഷൂട്ട് ചെയ്ത ശേഷം ഇവളോട് ഭീഷണിപ്പെടുത്തി ഡ്രസ്സ് കഴിക്കാൻ പറയും. ഇവളാണ് പേടിച്ച് ഇവളുടെ ഡ്രസ്സ് അയക്കുകയും ചെയ്യും. ഇതേ സമയത്താണ് തൻ്റെ മകളെ രക്ഷിക്കുമ്പോൾ ഇലിയാണെങ്കിൽ നിലത്തോട്ട് എഴഞ്ഞൊക്കെ വരാൻ വേണ്ടി നോക്കുന്നത്. ക്രിസ് ആണെങ്കിൽ തീർത്തി വെച്ച് അവളോട് അടുത്ത ഡ്രസ്സും കൂടെ അയക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അറിയാതെ കയറി അവനാണെങ്കിൽ അവൾക്കിട്ട് വെടിവെക്കുന്നത്. തൻ്റെ മകളും മരിച്ചു കിടക്കുന്ന കണ്ട് അവരാണെങ്കിൽ അവിടെ കിടന്ന് നിലവിളിച്ച് കലറിക്കൊണ്ടേയിരിക്കും. ക്രിസ് ആണെങ്കിൽ കുറ്റബോധം വിഷമം കാരണം അവിടുത്തെ ഒരു ഡെസ്കിനെ അങ്ങോട്ട് വെച്ച് ചാരി ഇരുന്ന് പതിയെ സങ്കടപ്പെട്ട് കരയാൻ വേണ്ടി തുടങ്ങും. അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.